Hi friends, Puthumas Kitchen like എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൽ കേക്ക് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ അടുത്ത് ഒരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനെ കാണാൻ പറ്റും. അപ്പോൾ ഈ അടിപൊളി പാൽ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതിനെ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിന്നിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒരുപാട് മൂക്കിയൊന്നും വേണ്ട കേട്ടോ. ഇനി ഒരു ബൗളിൽ 1 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഏലക്ക പൊടിക്കാൻ പാടായതുകൊണ്ട് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് വെച്ച് പൊടിച്ചാൽ മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയ വെണ്ണ ആയാലും മതി കേട്ടോ. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഗോതമ്പ് പൊടിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇളം ചൂട് പാലാണ്. നമുക്കൊരു ചപ്പാത്തി മാവ് പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് കേക്ക് കിട്ടും. ഒരു ചപ്പാത്തി പലവയിൽ ഒരിത്തിരി ഗോതമ്പ് മാവ് വിതറിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പരത്തിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിന്ന് ഇവിടെ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് യൂസ് ചെയ്താണ് മുറിച്ചെടുക്കുന്നത്. ഞാൻ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കനത്തിലാണ് നമ്മൾ ഈ മാവ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നമുക്കിന്ന് 22 പാൽ കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉള്ളു വേകാതെ ഇരിക്കും. ഒരു 4 മിനിറ്റിന് ശേഷം ഇതുപോലെ മറിച്ചിടുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി പാൽ കേക്കും നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ പാൽ കേക്കും നല്ല സൂപ്പറായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഈ പാൽ കേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽ കേക്ക് ഇടുന്നതിന് മുന്നേ ഈ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. എന്നാൽ മാത്രമേ ഈ പാൽ കേക്കിനകത്തോട്ട് ഇത് നന്നായിട്ട് പിടിച്ച് കയറത്തുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ പാൽ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.